ആറാമത്തെ എപ്പിസോഡിൽ സോഫിസ്റ്റുകളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഏഴാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ സോക്രട്ടീസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ചില ആലോചനകളാണ് ആദ്യ ഘട്ടത്തിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോക്രട്ടീസിനെ കുറിച്ച് വിൽഡുരാൻഡ് പറയുന്നത് തത്വചിന്തയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നാണ്. വിൽഡുരാൻഡ് മാത്രമല്ല, മറ്റു പല ദാർശനികരും എഴുത്തുകാരും സോക്രട്ടീസിൻ്റെ വധത്തെ രക്തസാക്ഷിത്വം ആയി തന്നെയാണ് ചിത്രീകരിക്കുന്നത്. സോക്രട്ടീസ് തത്വചിന്തയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു എന്ന് തന്നെയാണ് ആധുനിക പാശ്ചാത്യ ദാർശനികരിൽ പ്രബലരായിട്ടുള്ള പലരും, പ്രത്യേകിച്ച് ജെ.എസ്. മില്ല് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്ന പുസ്തകത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അതുപോലെ തത്വചിന്തയ്ക്ക് വേണ്ടിയും രക്തസാക്ഷിയായ ഒരാളാണ് സോക്രട്ടീസ് എന്നാണ്. എന്തുകൊണ്ട് തത്വചിന്തയ്ക്ക് വേണ്ടി ഒരാൾ രക്തസാക്ഷി ആവേണ്ടി വന്നു എന്നത് എക്കാലത്തും സാംസ്കാരിക വിമർശകരെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വിഷയമാണ്. ഹന്നാ അറൻഡ് കാൾ ജാസ്പേഴ്സിന് എഴുതിയ ഒരു കത്തിലും തുടർന്ന് അവരുടെ നാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകത്തിലുമെല്ലാം പറയുന്ന ഒരു കാര്യം, സോക്രട്ടീസിൻ്റെ വിചാരണ യഥാർത്ഥത്തിൽ തത്വചിന്തയും രാഷ്ട്രീയവും തമ്മിലുള്ള സംഘർഷത്തെ, കോൺഫ്ലിക്റ്റിനെ ആദ്യമായി പുറത്തു കൊണ്ടുവന്ന സന്ദർഭമായി കരുതണമെന്നും ആ ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ ഇന്നും ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും, യഥാർത്ഥത്തിൽ നാസി കൂട്ടക്കൊലക്ക് ഉത്തരവാദികളായവരുടെ വിചാരണ വേളയെ സാക്ഷി നിർത്തി അവർ നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ ആമുഖത്തിലും അവർ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ലോകത്തിലെ ഇന്നോളമുള്ള ദാർശനികരെല്ലാം തന്നെ സോക്രട്ടീസിൻ്റെ വധത്തെ തത്വചിന്തയ്ക്ക് വേണ്ടിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുമുള്ള ഒരു തരത്തിലുള്ള രക്തസാക്ഷിത്വമായി, മാർട്ടിർഡമായി ചരിത്രത്തിലുടനീളം അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ രക്തസാക്ഷിയായ സോക്രട്ടീസ് വാസ്തവത്തിൽ എന്താണ് ചെയ്തത്, എന്തുകൊണ്ടാണ് അദ്ദേഹം രക്തസാക്ഷി ആവേണ്ടി വന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ ചിന്തയുമായി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വിശദമായി പ്രതിപാദിക്കേണ്ട ഒരു കാര്യമാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനിവിടെ പരാമർശിച്ച ഹന്നാ അറൻഡ് എന്തുകൊണ്ടാണ് തിന്മയെ യഥാർത്ഥത്തിൽ വളരെ നിസ്സാരമായ അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു കാര്യമായി, ബെനാലിറ്റി ഓഫ് ഈബിൾ എന്നാണ് അവർ ഐക്മാനെ അധികരിച്ചുള്ള നാസിസത്തെ സംബന്ധിക്കുന്ന പഠനത്തിൻ്റെ ഉപശീർഷകമായി കൊടുക്കുന്നത്. ഈ ബെനാലിറ്റി ഓഫ് എന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ നിസ്സാരത എന്നുള്ള ഒരർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഈവിൾ അല്ലെങ്കിൽ തിന്മ നിസ്സാരതയായി മാറുന്നത് എന്നുള്ളത് ഇവിടെ കൂടുതൽ പ്രസക്തമായി മാറുകയാണ്. കാരണം ഐക്മാനെ പോലെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കാൻ കൂട്ടുനിന്ന
ഹിറ്റ്ലറുടെ നടത്തിപ്പുകാരിൽ ഒരാളായിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, ഫാസത്തെക്കുറിച്ച്, നാസത്തെക്കുറിച്ച് ഇത്രമാത്രം ആഴത്തിൽ പഠിച്ചിട്ടുള്ള, നേരെ അനുഭവങ്ങളുടെ കൂടി വെളിച്ചത്തിൽ എഴുതുന്ന ഒരു കൃതിയിൽ ഇതിനെ ഈ രീതിയിൽ പെനാൽറ്റി ഓഫ് ഈവിൾ എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്നത് എന്നത് കൂടി ഇവിടെ സോക്രട്ടീസുമായി ചേർത്ത് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം അന്ന അറൻഡ് പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ രാഷ്ട്രീയവും തത്വചിന്തയുമായുള്ള ഒരു സംഘർഷം എന്നത് രണ്ട് വിഷയങ്ങൾ തമ്മിലുള്ള സംഘർഷമല്ല, മറിച്ച് രാഷ്ട്രീയം എന്നത് എന്താണ് എന്നും തത്വചിന്ത എന്നാൽ എന്താണ് എന്നതും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ വിനിമയം ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ രാഷ്ട്രീയം എന്നുള്ളത് എന്നും അരിസ്റ്റോട്ടിലൊക്കെ പറയുന്നത് പോലെ തന്നെ ഭരിക്കപ്പെടുന്നവരും ഭരിക്കുന്നവരും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയം എന്നുള്ളത് എപ്പോഴും ഭരണകൂടവുമായി ബന്ധപ്പെട്ടുള്ള, ഭരണകൂടത്തെ നിലനിർത്തുന്ന, ഭരണകൂടത്തിനെ പിന്തുണക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര പരിസരം എന്ന രീതിയിലാണ് എക്കാലത്തും എപ്പോഴും യഥാർത്ഥത്തിൽ രാഷ്ട്രീയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഫിലോസഫി എന്നുള്ളത്, തത്വചിന്ത എന്നുള്ളത് അതിൽ നിന്ന് വിഭിന്നമാണ് എന്ന് മാത്രമല്ല, ആ വിഭിന്നമായ ദൗത്യം അതിൻ്റെ മൂർധന്യമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിൽ യഥാർത്ഥത്തിൽ സോക്രട്ടീസ് വഹിച്ച പങ്ക് വളരെ ഗൗരവമുള്ളതാണ് എന്നുകൂടി ഇതിനോട് ചേർത്ത് പറയേണ്ടതുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഐക്മാൻ എന്നുള്ളത് ഒരു വ്യക്തി മാത്രമാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ, നമ്മുടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ഒരാളുടെ വീട്ടിലേക്ക് അത് ജപ്തി ചെയ്യാൻ വരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ബാങ്ക് അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ഒരു തൊഴിൽ എന്ന നിലയിൽ ഒരു വീട്ടിലേക്ക് കടന്നു വരുന്നു. നിയമപ്രകാരം ഇന്നേ കാര്യങ്ങളാണ് നടക്കേണ്ടത് എന്ന് വീട്ടുടമയോട് പറയുന്നു. അദ്ദേഹം ഇറങ്ങി പുറത്ത് നിൽക്കുകയാണെങ്കിൽ അതോടുകൂടി ഈ ഉദ്യോഗസ്ഥൻ്റെ ജോലി കഴിയുന്നു. ഇനി അഥവാ അങ്ങനെ അതിന് എൻ്റെ വീടാണ്, എനിക്കങ്ങനെ ഒഴിയാൻ പറ്റില്ല, ഞാൻ എവിടെ പോവും, ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ കുടിയൊഴിക്കപ്പെടുന്ന ഒരു വ്യക്തി ചോദിക്കുകയാണെങ്കിൽ അവിടെ സംഘർഷം ഉണ്ടാവുന്നു. ഈ രീതിയിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഘടനക്കകത്ത് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് അന്ന അറൻഡ് യഥാർത്ഥത്തിൽ പറഞ്ഞു വരുന്നത്. കാരണം നാസിസം എന്നുള്ളത് ഒരു പ്രക്രിയ എന്ന രീതിയിൽ, ഒരു പ്രതിഭാസം എന്ന രീതിയിൽ, ഒരു രാഷ്ട്രീയ പ്രയോഗം എന്ന രീതിയിൽ നടപ്പിൽ വരുത്തുമ്പോൾ ലോജിസ്റ്റിക്സിൽ എക്സ്പെർട്ടൈസുള്ള ഒരാളെന്ന നിലയിൽ ഐക്മാൻ ഒരുപാട് ഡ്യൂട്ടികൾ ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹം ആ ഡ്യൂട്ടികൾ ചെയ്യുന്നു എന്നതിലുപരി അദ്ദേഹം ഇതുകൊണ്ട് ആളുകൾ ഇങ്ങനെ മരിച്ചു പോവുകയാണല്ലോ, ഇത് മഹാപാവമാണല്ലോ ചെയ്യുന്നത് എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടാവണമെന്നില്ല എന്ന് അന്ന അറൻഡിന് തോന്നിപ്പോയത്, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് എയ്ക്മാൻ്റെ വിചാരണ വേളയിൽ യഥാർത്ഥത്തിൽ അന്ന അറൻഡ് പ്രതീക്ഷിക്കുന്നത് വളരെ ക്രൂരനായിട്ടുള്ള രാക്ഷസ തുല്യനായ ഒരു ഐക്മാനെയാണ്, ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അദ്ദേഹം തീർച്ചയായും കുറ്റവാളിയാണ്. അദ്ദേഹം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ കൊലപാതകത്തിന് വേണ്ടി ഈ സജ്ജമാക്കിയ, അവരുടെ ട്രാൻസ്പോർട്ടേഷൻ നിയന്ത്രിച്ചിട്ടുള്ള, യാത്ര കാര്യങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ള, അതുപോലെ തന്നെ ഒട്ടനവധി ആളുകളെ ഒരു ഘട്ടത്തിൽ ഡീപ്പോർട്ടേഷൻ നടത്തിയിട്ടുള്ള ആളാണ്. വലിയ രീതിയിൽ ഈ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആളാണ്. ആ അർത്ഥത്തിൽ തീർച്ചയായും അദ്ദേഹം കുറ്റവാളിയാണ്, ശിക്ഷിക്കപ്പെടേണ്ട ആളാണ് എന്ന ബോധ്യം അന്ന അറൻഡ് ഉണ്ട്. പക്ഷേ അദ്ദേഹം ഒരു ഭീകരനോ അല്ലെങ്കിൽ ഒരു രാക്ഷസനോ ഒന്നും ആയിരുന്നില്ല. മറിച്ച് ഏൽപ്പിച്ച ജോലി ചെയ്യുക എന്നുള്ളത്, നമ്മളിപ്പോൾ നമ്മുടെ വ്യവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ, ഇന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന പല പോലീസുകാരും ഉൾപ്പെടെ അല്ലെങ്കിൽ പട്ടാളക്കാരും ഉൾപ്പെടെ ഒട്ടനവധി ആളുകൾ ഈ രീതിയിലായിരിക്കും. അതുകൊണ്ട് ഈ യഥാർത്ഥത്തിൽ വ്യവസ്ഥ എന്നുള്ളത് ഒരു ഘടനാപരമായ സംവിധാനത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതിൽ ഇടപെടുക എന്നുള്ളത് വലിയ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ദൗത്യമാണ്. അപ്പം നമ്മൾ വിചാരിക്കും, സാധാരണ ആർക്കും തോന്നാവുന്നതാണ്, സോക്രട്ടീസ് എന്ന് പറയുന്ന ദാർശനികൻ തത്വചിന്താപരമായ കുറേ കാര്യങ്ങൾ നിരന്തരം സംസാരിക്കുക മാത്രമല്ലേ ചെയ്തത്, അതിനുവേണ്ടി അദ്ദേഹത്തെ ആ രീതിയിൽ ഭരണകൂടം എന്തിനു വേണ്ടി വിഷം കൊടുത്ത് കൊന്നു എന്ന് വേണമെങ്കിൽ തോന്നാം. യഥാർത്ഥത്തിൽ ഇപ്പോഴും ലോകത്ത് ഭരണകൂടങ്ങൾ ഭയപ്പെടുന്ന ഒരു ദാർശനികനായി സോക്രട്ടീസ് നിലനിൽക്കുകയാണ്. അത് തെളിയിക്കുന്ന ഒരു സംഭവമായിരുന്നു 1971 റോബർട്ട് റോസൽനി സോക്രട്ടീസിനെ കുറിച്ച് ഒരു സിനിമ ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ, ഒരു TV സിനിമ എന്ന രീതിയിൽ ഒരു സിനിമ ചെയ്യാൻ പുറപ്പെട്ടപ്പം അതിനോട് ഗ്രീക്കിലെ ഭരണകൂടം സഹകരിച്ചില്ല എന്ന് മാത്രമല്ല, ഗ്രീസിന് സമാനമായ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളുള്ള സ്പെയിനിൽ പോയി റോസൽനിക്ക് ആ സിനിമ ആവിഷ്കരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. സോക്രട്ടീസിനെ കുറിച്ചുള്ള ഒരു സിനിമ ആവിഷ്കരിക്കുമ്പോൾ ഭരണകൂടം ഈ 70കളിൽ പോലും ഭയപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത്, നമ്മൾ ചകഞ്ഞു പോയി കഴിഞ്ഞാൽ, പിൽക്കാലത്തേക്ക് പോയി കഴിഞ്ഞാൽ, അത് ഈ ഭരണകൂടത്തിൻ്റെ ഒരുപാട് ക്രൂരമായ ചെയ്തികളെക്കുറിച്ച് ഈ കാര്യങ്ങൾ അനാവരണം ചെയ്യുകയും, അങ്ങനെ അനാവരണം ചെയ്യപ്പെടുന്ന വസ്തുതകളിലൂടെ ഈ പാശ്ചാത്യ കേന്ദ്രിതമായ മേൽക്കോയ്മയെ തന്നെ ഒരുപക്ഷെ അത് തകിടം മറിക്കാനോ ചോദ്യം ചെയ്യാനോ ഉതകുന്ന രീതിയിലേക്ക് പരിവർത്തിക്കപ്പെട്ടു പോകും എന്നതായിരിക്കണം. റോസൽനിയുടെ ഈ സിനിമ എന്നുള്ളത് ഇപ്പോഴും വളരെ നല്ല അതേ രൂപത്തിൽ തന്നെ, അതായത് ഈ 71 വന്നിട്ടുള്ള ഒരു സിനിമ ആണെങ്കിലും ഇപ്പോഴും വളരെ കൃത്യമായ സബ് ടൈറ്റിലുകളോടുകൂടി തന്നെ ഓൺലൈനിൽ നമുക്ക് ലഭ്യമാണ്. തീർച്ചയായും അത് കണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ ഇത്തരത്തിൽ സാമൂഹികപരമായ പ്രത്യയശാസ്ത്രപരമായ ദാർശനികമായ മണ്ഡലങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന, അപഗ്രഥിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമ ഇവിടെ പരാമർശിക്കേണ്ടത് കൂടുതൽ അനിവാര്യമായി എനിക്ക് തോന്നുകയാണ്. കാരണം സോക്രട്ടീസ് എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് ദാർശനികനും സാധാരണ ഒരു മനുഷ്യൻ ആണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ദർശനത്തിൻ്റെ, തത്വചിന്തയുടെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ദാർശനികൻ എന്ന് പറയുന്നത്. മരത്തിൽ ജോലി ചെയ്യുന്ന ആൾ നമ്മൾ ആശാരി എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ രസതന്ത്രവുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ആളെ നമ്മൾ കെമിസ്ട്രി എന്ന് പറയുന്നത് പോലെ, തത്വചിന്തയുമായി അല്ലെങ്കിൽ ദർശനവുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഒരാളെ ദാർശനികനെന്നോ ഫിലോസഫർ എന്നോ സ്വാഭാവികമായും വിളിക്കപ്പെടുന്നു, നാമകരണം ചെയ്യപ്പെടുന്നു എന്നത് ഈ സിനിമയിലൂടെ നമുക്ക് വളരെ കൃത്യതയോടുകൂടി വ്യക്തമാക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും കൂടി ഈ സന്ദർഭത്തിൽ പ്രസക്തമായി തോന്നുകയാണ്. കാരണം ഈ സിനിമയിൽ സോക്രട്ടീസിൻ്റെ ജീവിത പങ്കാളിയായിട്ടുള്ള സാന്ധ്യാപ്പൂ മൂന്നോ നാലോ തവണ ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവർ പ്രത്യക്ഷപ്പെടുന്നത് വീട്ടിനകത്ത് തന്നെയാണ്. അത് വളരെ രോക്ഷാകുലമായി പൊട്ടിത്തെറിക്കുന്ന ഒരു ഭാര്യ അല്ലെങ്കിൽ ജീവിത പങ്കാളി എന്നുള്ള നിലയിലാണ്. കാരണം ഇദ്ദേഹം വീട്ടിലേക്ക് കയറി വരുന്നത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ചെറിയ ഒരു സാധനവുമായിട്ടാണ്, നീരാളിയുമായിട്ടാണ്. കുറേ ആളുകളുമായാണ് എപ്പോഴും ഇദ്ദേഹം നടക്കുന്നത്, ഒറ്റക്കല്ല. സോക്രട്ടീസ് നടക്കുന്നതിന് കുറേ ആളുകളുമായിട്ടാണ്. കുറേ ശിക്ഷയിടങ്ങൾ എപ്പോഴും അദ്ദേഹത്തെ അനുഗമിക്കും. അങ്ങനെ ഈ വീട്ടിലേക്ക് വരുന്നത് ഈ നീരാളിയുമായിട്ടാണ്. അപ്പം പെട്ടെന്ന് ഈ വളരെ വ്യാകുല ചിത്തയായി ഒരു ഭാഗത്തിരിക്കുന്ന ഭാര്യ
ചാടി പുറപ്പെട്ട് ഭയങ്കരമായ രോഷപ്രകടനം നടത്തുകയാണ്. കാരണം 2 ദിവസമായി അവർ സോക്രട്ടീസിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കാണുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് ഭക്ഷണമുണ്ടോ? ഞങ്ങളുടെ ജീവിതം എന്താണ്? ഞങ്ങളെപ്പറ്റി അന്വേഷിച്ചിട്ടുണ്ടോ? പിന്നെ മാത്രമല്ല, നമ്മളെ രാജ്യം അങ്ങേയറ്റ അപകടത്തിലേക്ക് പോവുകയാണ്. സ്പാർട്ടയുടെ കീഴിൽ അമർന്നുകൊണ്ടിരിക്കുന്ന ഏഥൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജീവിതം ഓരോ ദിവസവും വലിയ ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഭരണകൂടം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഏത് സമയവും അവർ തൂക്കും. നമ്മളുടെ ജീവിതം അരക്ഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് തെരുവിൽ പോയി ഇങ്ങനെ സംസാരിക്കുന്നത്? ഇങ്ങനെ തെരുവിൽ പോയി സംസാരിച്ചാൽ ആളുകൾക്ക് കാശ് കിട്ടുന്നുണ്ട്. അങ്ങനെ വല്ല കാശും നിങ്ങൾ വാങ്ങുന്നുണ്ടോ? ഈ രീതിയിൽ സാധാരണ ഏത് കുടുംബത്തിലും ഉണ്ടാകാവുന്ന, ഏത് മനുഷ്യൻ്റെയും ഏത് വ്യക്തിയുടെയും കുടുംബത്തിൽ ഉണ്ടാകാവുന്ന രീതിയിലുള്ള ഒരു സ്വാഭാവികമായ പൊട്ടിത്തെറി. കാരണം ഇദ്ദേഹം നിരന്തരം സാമൂഹിക പ്രവർത്തനങ്ങൾ ഒരു കാലത്ത് വിപ്ലവകാരികൾക്കൊക്കെ അഭിമുഖീകരിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു പ്രശ്നമാണിത്. അവർ സ്ത്രീവിരുദ്ധരായതുകൊണ്ടോ അല്ലെങ്കിൽ കുടുംബത്തോട് സ്നേഹമില്ലാത്തതുകൊണ്ടോ ആവണമെന്ന് പോലും ഇല്ല. അവരുടെ അന്നത്തെ സാഹചര്യത്തിനകത്ത് എല്ലാം മറന്നുകൊണ്ട്, സ്വന്തം ശരീരം പോലും മറന്നുകൊണ്ട് ഈ സാമൂഹികമായ പ്രശ്നങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വരുന്ന ഒരു ലേഖാണ്, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പാണ്, അല്ലെങ്കിൽ അവിടെ വരുന്ന ഒരു വീഴ്ചയാണ് യഥാർത്ഥത്തിൽ ഈ സന്ദർഭം അടയാളപ്പെടുന്നത്. ഈ ഭാര്യയുമായിട്ടുള്ള, കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ഈ സന്ദർഭം ഇവിടെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം, ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ഈ ചിന്തയുമായി ബന്ധപ്പെട്ടുള്ള, തത്വചിന്തയുമായി ബന്ധപ്പെട്ടുള്ള, പ്രത്യേകിച്ച് ഈ ഒരു ഫിലോസഫി, ഒരു വേറിട്ട വൈജ്ഞാനിക ശാഖയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള റോബർട്ടോ റോസൽനി യഥാർത്ഥത്തിൽ വളരെ കൃത്യമായും ശ്രദ്ധയോടുകൂടി ഇത്തരം കാര്യങ്ങൾ കൂടി, എന്നാൽ ഇങ്ങനെയൊക്കെ എറിച്ചിട്ടുള്ള ഈ ഭാര്യയായിട്ടുള്ള സാന്തിപ്പോ പിന്നീട് ഇദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വിഷം കൊടുക്കുകയാണ്, എംലോക്ക് കൊടുക്കുകയാണ്. അദ്ദേഹം മരിക്കാൻ പോവുകയാണ് എന്ന് വരുമ്പം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയൊക്കെ വലിയ ദുഃഖത്തോടുകൂടി, പൊതുവേ തന്നെ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിൽ അവിടെ നിൽക്കുകയും എത്തുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഈ ഭാര്യയും മക്കളെയും ഒക്കെ കൊണ്ടുവരുന്ന രംഗമൊക്കെ നമ്മൾക്ക് ഇപ്പോഴും കാണുമ്പോൾ വാസ്തവത്തിൽ വല്ലാത്ത ഒരു തോന്നും. ഏത് അവസരത്തിലും ഏത് ഇത്തരത്തിലുള്ള ഭരണകൂട ഭീകരതയ്ക്ക് മുമ്പിലും നമുക്ക് തോന്നുന്ന സങ്കടം പെട്ടെന്ന് അനുഭവപ്പെടും. ഇപ്പോഴും നമ്മൾ ടി വിയിൽ ഈ സിനിമ ഒരു വട്ടം കൂടി കണ്ടു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ, കാരണം സോക്രട്ടീസ് വീണ്ടും മരിക്കാൻ പോകുന്നു എന്ന്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ മരിക്കാൻ പോകുന്നു എന്നൊരവസ്ഥ ഉണ്ടാക്കുന്നതിൽ വളരെ ഗംഭീരമായി ആ സംവിധാനം ചെയ്തിട്ടുള്ള വ്യക്തിയും നടീനടന്മാരും ഒക്കെ ആ ഒരു അന്തരീക്ഷത്തെ വളരെ കൃത്യമായി സജ്ജമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചതല്ല, അവിടെ ഈ ജീവിത പങ്കാളി എടുക്കുന്ന റോള് എന്ന് പറഞ്ഞാൽ കരയുന്ന മക്കളെയൊക്കെ പിടിച്ച്, കരയേണ്ട, നിങ്ങളെ നാളെ റോഡിൽ നടക്കുമ്പോൾ, നാളെ തെരുവിൽ നടക്കുമ്പോൾ ആളുകൾ പറയും അത് സോക്രട്ടീസിൻ്റെ മകനാണ്, സോക്രട്ടീസിൻ്റെ മക്കളാണ് എന്ന് പറയും. അച്ഛൻ ആരുടെ മുമ്പിലും തലകുനിച്ചിട്ടില്ല. അച്ഛൻ ഒരാവശ്യത്തിന് വേണ്ടിയും ഒരാളുടെ മുമ്പിലും തലകുനിച്ചിട്ടില്ല. അച്ഛൻ സത്യത്തിന് വേണ്ടി ജീവിച്ച ആളാണ് എന്ന് ഇതേ വ്യക്തി തന്നെ പറയുന്ന സന്ദർഭവും ഈ സിനിമയിൽ ഉണ്ടാക്കിയെടുക്കും. യഥാർത്ഥത്തിൽ നമ്മളത് വല്ലാത്ത ഇത് പരസ്പരം കൂടിച്ചേരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവർ ജീവിച്ചത്. പക്ഷെ ചില സന്ദർഭത്തിലൊക്കെ സന്ദർഭത്തിൻ്റെ, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടുണ്ടാവുന്ന പൊട്ടിത്തെറികളും വേവലാതികളും കരച്ചിലുകളൊക്കെ മനുഷ്യ സഹജമാണ്. എന്നാൽ ആ സമയത്തും സോക്രട്ടീസ് കാണിക്കുന്ന ഒരു സമചിത്തത, സോക്രട്ടീസ് കാണിക്കുന്ന ഒരു തരത്തിലുള്ള നിർമ്മമമായിട്ടുള്ള ഒരു അവസ്ഥ വളരെ വളരെ ശാന്തമായി, ഒരു തരത്തിലുള്ള, കാരണം ഇതെല്ലാം വെറുതെ ഒരു സിനിമ സംവിധായകൻ അവരുടെ ഭാവനയിൽ നിന്ന് ചെയ്യുന്നതല്ല, മറിച്ച് പ്ലാറ്റോയുടെ അപ്പോളജി പോലുള്ള കൃതികളിൽ എഴുതി വെച്ചിട്ടുള്ള
ആ ചരിത്രപരമായ രേഖകളെ യഥാർത്ഥത്തിൽ സിനിമ എന്ന രീതിയിൽ ആവിഷ്കരിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. കാരണം ഇദ്ദേഹത്തിൻ്റെ വിചാരണ വേളയിൽ ഇദ്ദേഹം പറയുന്നതൊക്കെ തന്നെ സോക്രട്ടീസിൻ്റെ മറുപടിയൊക്കെ തന്നെ പ്ലേറ്റോ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയാണ്. മരിക്കുന്ന സമയത്ത് ആരെല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അത് പ്ലേറ്റോ രേഖപ്പെടുത്തിയാണ്. ഏത് രീതിയിലാണ് മരണം എന്നുള്ളത് ഹെംലോക്ക് കൊടുക്കുന്ന ഈ ജയിലിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അവർ ഹെംലോക്കുമായിട്ട് വരുമ്പോൾ സോക്രട്ടീസ് ചോദിക്കുന്നത് നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് ആണോ എന്നാ ഇതിൽ ഈ ആളെ കൊല്ലുന്നതിൽ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. വിഷം കൊടുക്കുന്നതിൽ ഹെംലോക്ക് കൊടുക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആണോ എന്നാണ് സോക്രട്ടീസ് വളരെ കൂളായി യാതൊരു തരത്തിലുള്ള ഭാവമാറ്റം ഇല്ലാതെ ചോദിക്കുന്നത്. പക്ഷേ ഈ വിഷം കൊടുക്കുന്ന ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇത്ര വലിയൊരു മഹാന് ലോകമറിയുന്ന അന്ന് തന്നെ ഏതൻസിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന പ്രശസ്തനായി മാറിയിട്ടുള്ള 70 വയസ്സുകാരനായിട്ടുള്ള ഈ സോക്രട്ടീസിന് ഈ വിഷം കൊടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദുഃഖമുള്ള എന്നാൽ അവർക്ക് ചെയ്യാതെ നിർവാഹമില്ലാത്ത ഒരു ഡ്യൂട്ടി എന്ന നിലയിലാണ് അവർ നിർവഹിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ നമുക്ക് ആ സിനിമയിൽ ഒക്കെ ഈ രംഗങ്ങളാണ്. അത് കൊടുക്കുക മാത്രമല്ല, കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങളിത് കുടിച്ച ശേഷം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം, കാലിന് ഭാരം വരുന്നത് വരെ നടക്കണം. കാലിന് ഭാരം വന്നു കഴിഞ്ഞാൽ നിങ്ങളവിടെ കിടന്നാൽ മതി, അപ്പോൾ ഹെംലോക്ക് പ്രവർത്തിച്ചു കൊള്ളുന്നതാണ്. അതുപോലെ തന്നെ ആ സിനിമയിൽ വളരെ കൃത്യമായി ഇതൊക്കെ എങ്ങനെയാണോ നമ്മൾ അപ്പോളജിയിൽ വായിക്കുന്നത് അത് ആ രീതിയിൽ തന്നെ വളരെ കൃത്യമായി അന്നത്തെ കാലത്തെ പോലും പുനരുൽപ്പാദിപ്പിച്ചുകൊണ്ട് ഗ്രീക്ക് ഭാഷയിലാണെങ്കിലും ഇംഗ്ലീഷിൽ സബ് ടൈറ്റിലോടുകൂടി വളരെ കൃത്യമായി നമുക്കത് അഭിനയ മികവ് കൊണ്ടും അത് ആ രീതിയിൽ വിനിമയം ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ സോക്രട്ടീസിനെ സംബന്ധിച്ച് ഒട്ടനവധി സിനിമകൾ വരേണ്ടതാണ്. പക്ഷെ അത്രമാത്രം സിനിമകളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതുപോലുള്ള മഹാന്മാരെ പറ്റിയൊക്കെ ഒരുപാട്, കാരണം അത്ര സംഭവബഹുലമായ ജീവിതമാണ്. ഇപ്പോൾ ഈ റോസലിനിയുടെ സോക്രട്ടീസ് എന്ന് പറയുന്ന സിനിമ തുടങ്ങുന്നത് തന്നെ മതിലിടിച്ചുകൊണ്ടാണ്. ഈ മതിൽ എന്ന് പറയുന്നത് അത് അനുഷ്ഠാനപരമായി അവിടെ നടക്കുന്ന ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായി ആളുകളൊക്കെ കൂടിയപ്പോൾ അവിടെ നിന്നൊരു പ്രഖ്യാപനം നടത്തുകയാണ് സോക്രട്ടീസ്, നമ്മൾ എല്ലാവരും മതിലിടിക്കുന്നതിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ഒരു മതിലിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സിംബോളിക്കായിട്ടുള്ള വളരെ ഗൗരവമായിട്ടുള്ള സിംബോളിക്കായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഇപ്പം ദുദൽക്കറുടെ ഭിത്തി എന്നുള്ളത് ഇന്ത്യയിലെ ഈ ജാതി മതിൽ തകർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രശസ്തമായി കഴിഞ്ഞിട്ടുള്ള ഒരു മറാത്തി ഈ കവിതയാണ്. അപ്പോൾ ഈ മതിൽ എന്നുള്ളത് ഗ്രീസിലായാലും ഈ പുരാതന ഇന്ത്യയിലായാലും ഒക്കെ രണ്ട് രീതിയിൽ നിലനിന്നിട്ടുണ്ട്. ഒന്നും മതിൽ നമ്മൾ ഉദ്ധംപൂരമൊക്കെ കണ്ടതുപോലെ യഥാർത്ഥ മതിൽ തന്നെ ആളുകളെ വേർതിരിച്ച് നിൽക്കുന്ന മനുഷ്യരിൽ നിന്ന് വേർതിരിക്കുന്ന ജാതി മതിലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഏതൻസിലെ ഈ മതിൽ എന്നുള്ളത് വാസ്തവത്തിൽ മതിൽ അവിടെ ഈ പെലോപ്പനീഷ്യൻ വാറിൻ്റെ നിരന്തരം യുദ്ധങ്ങളായിരുന്നു. യുദ്ധങ്ങൾ ഒരു തരത്തിൽ സഹോദരഹത്യ എന്നും പറയാം. അവിടെ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങൾ എല്ലാ യുദ്ധങ്ങൾക്കും ഈ സഹോദരഹത്യ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. കാരണം ഒരു അതിര് വരച്ചു കഴിഞ്ഞാൽ, ഒരു രേഖ വരച്ചു കഴിഞ്ഞാൽ അപ്പുറവും ഇപ്പുറവുമാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ രേഖയ്ക്ക് അല്ലെങ്കിൽ അതിരിന് എന്ത് സാങ്ക്ടിറ്റിയാണുള്ളത്, എന്ത് തരത്തിലുള്ള പവിത്രതയാണുള്ളത്. ഇപ്പോൾ റാഡ്ക്ലിഫ് ബ്രൗണ് തയ്യാറാക്കിയ ഒരു വരയാണ് ഇന്ത്യയും പാകിസ്ഥാനെയും രണ്ട് രാജ്യമാക്കുന്നത്. അപ്പോൾ ആ വരക്ക് അപ്പുറത്തുള്ള ആളുകൾ നമ്മൾ ശത്രു, ഇപ്പുറത്തുള്ള ആളുകൾ നമ്മൾ എല്ലാവരും ദേശസ്നേഹം കൊണ്ട് കെട്ടിപ്പിടിക്കേണ്ട ആളും എന്നാണല്ലോ നമ്മൾ മനുഷ്യർ ആ രീതിയിൽ ഫീഡ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഫീഡ് ചെയ്യപ്പെട്ടതിന് അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും ഓരോ റോബോട്ടുകളെ പോലെ ഈ ഫീഡ് ചെയ്യപ്പെട്ട ഡാറ്റക്കനുസരിച്ച് മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെ തന്നെയാണ് യഥാർത്ഥത്തിൽ സോക്രട്ടീസ് ചോദ്യം ചെയ്തത്. സോക്രട്ടീസിൻ്റെ ചിന്തയിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സോക്രട്ടീസ് എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു വെറുതെ ഭരണകൂടത്തോടെ ഏറ്റുമുട്ടി മരിച്ചുപോയ ഒരാളല്ല. സോക്രട്ടീസും സോക്രട്ടീസിൻ്റെ വിചാരണയെ തുടർന്നുണ്ടായിട്ടുള്ള വധവുമെല്ലാം ഇന്നോളമുള്ള ലോകത്തിന് ഒരു വലിയ സന്ദേശം അയക്കുന്നുണ്ട്. അത് വളരെ ഡീപ്പായിട്ടുള്ള
വളരെ ഗഹനമായിട്ടുള്ള വിശകലനങ്ങൾ അർഹിക്കുന്ന സന്ദേശമാണ്. ആ സന്ദേശം എന്താണ് എന്നുള്ളതിലേക്കും ഞാൻ പിന്നീട് വരാം. അപ്പോൾ ഞാൻ ഈ സിനിമയെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നത്, ഈ സിനിമ യഥാർത്ഥത്തിൽ പല വേർഷൻസ് ഉണ്ടാവേണ്ട സിനിമയാണ്. പക്ഷെ അങ്ങനെ പല വേർഷൻസ് ഉണ്ടായില്ല. പല ഭാഷയിൽ ആവിഷ്കരിക്കപ്പെടേണ്ട സിനിമയാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. നമ്മൾ നോക്കുക, ഏത് തരത്തിലുള്ള ഈ കച്ചവട മൂല്യമുള്ള സിനിമയായാലും അല്ലെങ്കിൽ ഇങ്ങേയറ്റം അവാർഡുകൾ ഒക്കെ നേടുന്ന സിനിമകളായാലും ഇതൊക്കെ ഈ രീതിയിൽ ആവിഷ്കരിക്കപ്പെടുമ്പോൾ സോക്രട്ടീസിനെ പോലുള്ള ലോകത്തെ എക്കാലത്തും ആദരിക്കപ്പെടുന്ന ഒരു ദാർശനികൻ്റെ ജീവിതത്തെ ആ അർത്ഥത്തിൽ തത്വചിന്തയുടെ പിതാവ് എന്നൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ പറയും എന്നതിൽ ഉപരി അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ ചിന്തകളെ പ്രൊജക്റ്റ് ചെയ്യാൻ എന്തുകൊണ്ട് ഭരണകൂടമോ ഭരണകൂടത്തിൻ്റെ ഭാഗമായും ഭരണകൂടത്തിൻ്റെ എതിർഭാഗമായും പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് കഴിഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഥവാ കഴിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ കാരണം സോക്രട്ടീസ് കാണിച്ച ഒരു വേറിട്ട രീതിശാസ്ത്രം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ മതിൽ ഇടിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഏതൻസിൻ്റെ മതിൽ, ഏതൻസിലെ ഈ യുദ്ധങ്ങൾ, നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ എന്നുള്ളത് പഴയ കാലത്ത് മിക്കവാറും എല്ലാ ഭൂപ്രദേശങ്ങളിലും നടന്നിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഏതൻസിലെ പെലോപ്പൊനീഷ്യൻ വാർ എന്നുള്ളത് വലിയ രീതിയിലുള്ള രക്തച്ചൊരിച്ചിലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള, അവിടുത്തെ എല്ലാ തരത്തിലുള്ള സമൃദ്ധിയൊക്കെ നശിപ്പിച്ചിട്ടുള്ള യുദ്ധങ്ങളാണ്. കസാൻസാക്കീസ് തന്നെ ഭ്രാതൃഹത്യ എന്നുള്ള, ഫ്രാട്രിസൈഡ് എന്നുള്ള നോവലും അതുപോലെ സോർബാദ ഗ്രീക്ക് ഇതുപോലുള്ള നോവലുകളിലൊക്കെ തന്നെ ഗ്രീസിൻ്റെ ഈ സഹോദര ഹത്യയുമായി ബന്ധപ്പെട്ട മനുഷ്യത്വമില്ലാത്ത ക്രൂരമായിട്ടുള്ള പൈശാചികം എന്ന് പറയാവുന്ന, വിശേഷിപ്പിക്കാവുന്ന ഈ പരസ്പരമുള്ള ഈ വെല്ലുവിളികളെയും കൊലകളെയും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊല്ലുകയോ തല്ലുകയോ ചെയ്യാത്ത, യഥാർത്ഥത്തിൽ ചില ആശയങ്ങൾ മാത്രം മുന്നോട്ട് വെക്കുന്ന ആളുകൾ എന്തുകൊണ്ട് തടവിലാക്കപ്പെടുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഇതുപോലെ വധിക്കപ്പെടുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ സോക്രട്ടീസിനെ മുൻനിർത്തി സംവാദ വിഷയമാക്കേണ്ടതാണ് എന്നുകൂടിയാണ് ഇവിടെ അന്ന ഹറൻറ്റിൻ്റെ വിശേഷണത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടാവുന്നത്. സോക്രട്ടീസ് എന്ന ഒരു വേറിട്ട മനുഷ്യനെക്കുറിച്ചുള്ള പ്രതിപാദനം, സോക്രട്ടീസ് എന്ന ഈ ദാർശനികൻ്റെ മരണസന്ദർഭത്തെ മുൻനിർത്തി തന്നെ ധാരാളം പറയാൻ അവസരങ്ങൾ നമുക്ക് ഉണ്ട്. കാരണം ഈ കൃതികളിലൂടെ, പ്ലാറ്റോ എഴുതിയിട്ടുള്ള കൃതികളിലൂടെ, അതുപോലെ തന്നെ ഈ സോക്രട്ടീസിനെ അധികരിച്ച് റോസൽ എഴുതിയിട്ടുള്ള സിനിമയിലൂടെ, അതുപോലെ 1757 വരച്ചിട്ടുള്ള ഒരു ചിത്രം, വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ചിത്രമാണത്. യാക്കോസ് ലൂയി ഡേവിഡ് എന്ന് പറയുന്ന കലാകാരൻ്റെ ആ ഒരു ചിത്രം, ആ ചിത്രം ഇപ്പോഴും ന്യൂയോർക്കിലെ മ്യൂസിയത്തിൽ അതേപടി സൂക്ഷിച്ചിട്ടുണ്ട്. വലിയ ക്യാൻവാസിൽ വരച്ചിട്ടുള്ള ചിത്രമാണ്. ആ ചിത്രം നമുക്കിപ്പോൾ ഗൂഗിളിലൊക്കെ ധാരാളമായിട്ട് അവൈലബിളാണ്. പക്ഷേ ആ ഒരു ചിത്രവും ഈ സിനിമ കൊണ്ട് പറഞ്ഞതുപോലെ സോക്രട്ടീസിൻ്റെ മരണത്തെ വേറിട്ട ഒരു സന്ദർഭമായി അടയാളപ്പെടുത്തുന്നുണ്ട്. അതും പ്രത്യേകിച്ച് ആ ചിത്രം തന്നെ നമ്മുടെ മുന്നിൽ വെച്ച് വിശകലനം ചെയ്യപ്പെടേണ്ട അത്രയും ഡീറ്റെയിൽസ് ഉള്ള ഒരു ചിത്രമാണ്. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ വേഷം വാങ്ങി കുടിക്കുന്ന ഒരു സോക്രട്ടീസ്, ചുറ്റും ആളുകൾ, അങ്ങനെ തോന്നാം. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ആ ചിത്രത്തെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ സോക്രട്ടീസ് ഇടത് കൈ ഉയർത്തിയും വലത് കൈ ഈ വിഷത്തിന് വേണ്ടി നീട്ടിക്കൊടുത്തുമാണ് നിൽക്കുന്നത്. അപ്പം വിഷം ഇവരുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്ന ജയിലറെ സംബന്ധിച്ചിടത്തോളം അവർ സോക്രട്ടീസിൻ്റെ മുഖത്ത് നോക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ കരയുന്നത് പോലെ വളരെ ഖിന്നയായി തിരിഞ്ഞു നോക്കിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കൈ ഇങ്ങനെ മുകളിലോട്ട് നോക്കിക്കൊണ്ട് സോക്രട്ടീസ് ചെറുതായി ഒന്ന് ശിഷ്യനായിട്ടുള്ള എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ക്രൈറ്റനോട് സംസാരിക്കാം. അപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? മരണത്തെക്കുറിച്ച് ഒട്ടും വേവലാതിപ്പെടേണ്ടയില്ല എന്നാണ്. മരണത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കാമെന്നാണ് സോക്രട്ടീസിനോട് ശിഷ്യന്മാരൊക്കെ പറയുന്നത്.
ഞങ്ങൾ താങ്കളെ രക്ഷിച്ചു കൊള്ളാം, അതിനുള്ള എല്ലാ സംവിധാനവും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ജയിലർമാർക്ക് അതിൽ എതിർപ്പില്ല. എന്നിട്ട് എവിടെ പോകും? അടുത്ത ഒരു സ്ഥലമുണ്ട്, അവിടെ പോകാം. അപ്പോൾ അതൊക്കെ തന്നെ സോക്രട്ടീസ് നിരാകരിക്കുന്നു. ഈ 70 വയസ്സായ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം 300ഓളം ആളുകളുടെ വലിയ കോടതിയാണ്. 500 ആളുകൾ വേണമെന്നാണ്. പക്ഷേ 500 ആളുകൾ ഒരിക്കലും ആ കോടതിയിൽ തികയാറില്ല എന്നും ആലേഖനം ചെയ്യപ്പെട്ട ചരിത്രം തന്നെ പറയുന്നുണ്ട്. അവരുടെ രീതി അനുസരിച്ച് വലിയ കോടതിയാണ്. കാരണം ജനാധിപത്യമാണ്, 30ഓളം ആളുകൾ ചേർന്നാണ് ഭരിക്കുന്നത്. പക്ഷേ ഈ സോക്കോൾഡ് ജനാധിപത്യം ഇന്നും നമ്മൾ അനുഭവിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇന്നും നമ്മുടെ സാഹചര്യത്തിനകത്ത് നമ്മൾ കാണുന്നത് പോലെ ജനാധിപത്യം എന്നുള്ളത് ജനാധിപത്യ രൂപപരമായി നിലനിൽക്കുകയും അതിൻ്റെ ഉള്ളടക്കത്തിൽ വലിയ മർദ്ദക സ്വഭാവം നിലനിർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചിത്രത്തിൽ കാണുന്നത് ഈ കൈ ഉയർത്തി, ഇടത് കൈ ഉയർത്തി പിന്നിൽ നിൽക്കുന്ന ശിഷ്യനോട് വാചാലമായി, മരിക്കാൻ പോകുന്ന മനുഷ്യനാണ്, ഏതാനും നിമിഷങ്ങൾക്കകത്ത് മരണത്തിലേക്ക് വഴുതി വീഴാൻ തയ്യാറായി നിൽക്കുന്ന സോക്രട്ടീസ് ഒരു വശത്ത് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ മരണത്തെ സംബന്ധിച്ചും ജീവിതത്തെ സംബന്ധിച്ചും നീതിയെ സംബന്ധിച്ചും സത്യത്തെ സംബന്ധിച്ചും തനിക്കുള്ള ബോധ്യം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് ഈ രീതിയിൽ കൈ നീട്ടിക്കൊണ്ട് ഈ ഹെംലോക്ക് എന്ന് പറയുന്ന വേഷം സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. അവിടെ നിൽക്കുന്ന ശിഷ്യന്മാർ, പിന്നിലും മുന്നിലും ഒക്കെ നിൽക്കുന്ന ശിഷ്യന്മാരിൽ പലരും ഈ മുഖം പൊത്തിയും മുഖം മറച്ചുമൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതും നമുക്ക് ഈ ചിത്രത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക്, വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു ചിത്രവും ഒരുപക്ഷെ ഇത്രമാത്രം പ്രശസ്തമായി തീർന്നിട്ടുള്ളത് ഈ സോക്രട്ടീസിനെ ഒരർത്ഥത്തിൽ യഥാതഥമായും എന്നാൽ ഒട്ടും ഈ അതിഭൗതികപരതയിലേക്കോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കപടമായിട്ടുള്ള, സാധാരണ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മുടെ രീതി വെച്ചിട്ട് ഒരു കപട സ്പിരിച്വാലിറ്റിയുടെ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരുന്നതാണല്ലോ പലപ്പോഴും ചെയ്യാറ്. തത്വചിന്തയുടെ ചരിത്രത്തിൽ തന്നെ സ്ഥിരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രീതിയിൽ ഈ തലക്ക് ചുറ്റും ഒരു ഹേലോ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ്. പക്ഷേ ആ ഹേലോ ഉണ്ടാക്കുന്നതിന്, ആ രീതിയിലുള്ള ഒരു ഓറ എന്നുള്ളതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്ന, തിരസ്കരിക്കുന്ന സോക്രട്ടീസിനോട് നീതി പുലർത്തുന്ന ഒരു ചിത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ യാക്ക് ലൂയി ഡേവിഡ് ആവിഷ്കരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദാർശനികൻ, ആ രീതിയിൽ ചിത്രങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ള, ആ രീതിയിൽ സിനിമയിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സോക്രട്ടീസ് നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മളോട് വേറിട്ട ചില കാര്യങ്ങൾ പറയുകയാണ്. നമ്മുടെ ദാർശനികരെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ തത്വചിന്തയെ സംബന്ധിക്കുന്ന, സാമ്പ്രദായികമായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള ധാരണകളെ തന്നെ സോക്രട്ടീസിനെ നമ്മൾ ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ, സത്യസന്ധമായി വായിച്ചു കഴിഞ്ഞാൽ, ആത്മാർത്ഥമായി വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ വേരുറച്ചു പോയിട്ടുള്ള ഈ ധാരണകൾ തിരുത്താൻ തയ്യാറാവും. കാരണം ഈ സാമ്പ്രദായികമായ മൂല്യവ്യവസ്ഥയെയും ആ മൂല്യവ്യവസ്ഥയെ അറിഞ്ഞും അറിയാതെയും പിൻപറ്റി വ്യവസ്ഥയെ പിന്തുണച്ചും വ്യവസ്ഥക്കൊപ്പം ചേർന്നും പ്രവർത്തിക്കുന്ന ഓരോ മനുഷ്യനോടുമാണ് യഥാർത്ഥത്തിൽ സോക്രട്ടീസ് നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് സോക്രട്ടീസിൻ്റെ തത്വചിന്തയെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ അവതരണങ്ങൾ പിന്നീടുണ്ടാക്കിയിട്ടുള്ള ചലനങ്ങൾ, അരുണനങ്ങൾ രണ്ട് രീതിയിൽ നമ്മൾ കാണേണ്ടി വരുന്നുണ്ട്. ഒന്ന്, പ്ലാറ്റോയെ പോലുള്ള വ്യക്തികൾ, പ്ലാറ്റോയുടെ ഒരു പ്രത്യേകത, പ്ലാറ്റോ യും സോക്രട്ടീസും അരിസ്റ്റോട്ടിലും ഒക്കെ ഇനിയും പല ഭാഗങ്ങളായി
സന്ദർഭവും സമയവും അനുവദിക്കുകയാണെങ്കിൽ പറയേണ്ടി വരും. പക്ഷേ എങ്കിലും ഒരു പ്രത്യേകത, ശിഷ്യനെന്ന നിലയിൽ സോക്രട്ടീസിൻ്റെ കാര്യങ്ങൾ സമ്പൂർണ്ണമായി രേഖപ്പെടുത്തുന്നതിൽ ബദ്ധശ്രദ്ധനായിരുന്നു പ്ലാറ്റോ എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്ലാറ്റോ മൗലികമായ ചിന്തകളും മൗലികമായ ചിന്തകൾ സംപ്രേഷണം ചെയ്യാനുള്ള, സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായുള്ള സ്കൂളുകളൊക്കെ സ്ഥാപിച്ചെങ്കിലും സോക്രട്ടീസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സമൂഹത്തിൻ്റെ എക്കാലത്തെയും ഓർമ്മിക്കപ്പെടേണ്ട ഒരു മാതൃകാ ദാർശനികനാണ്, അല്ലെങ്കിൽ മാതൃകാ ചിന്തകനാണ്, തത്വചിന്തകനാണ് എന്നത് ആവർത്തിച്ച് പ്രകടിപ്പിക്കുന്നത് പ്ലാറ്റോ തന്നെയാണ്. പ്ലാറ്റോ മാത്രമല്ല, മറ്റ് ആളുകളും ആ കാലത്ത് ഈ സോക്രട്ടീസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച അരിസ്റ്റോഫെയിൻസ്, നാടകകാരനായിട്ടുള്ള അരിസ്റ്റോഫെയിൻസ്, ഇവർ തമ്മിൽ പ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും ആ കാലത്ത് അരിസ്റ്റോഫെയിൻസ് സോക്രട്ടീസിനെയും ചെറിയ രീതിയിൽ പരിഹസിക്കുന്ന മേഘം എന്നുള്ള, ക്ലൗഡ്സ്, മേഘങ്ങൾ എന്നുള്ള നാടകം, കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ വാസ്പ് എന്ന് പറയുന്ന, കടന്നൽ എന്ന് പറയുന്ന നാടകത്തെയാണ് പരാമർശിച്ചിരുന്നത്. അതുപോലെ ഇവിടെ മേഘങ്ങൾ എന്നുള്ള, ഈ മേഘങ്ങൾ എന്നുള്ളത് അത് ഒരു രൂപകം ആയിട്ടാണ് അവിടെ അരിസ്റ്റോഫെയിൻസ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മൾ പറയല്ലോ, ചിലരുടെ സംസാരത്തെക്കുറിച്ച് ഇതെല്ലാം പുകയാന്നൊക്കെ പറയല്ലോ. നമ്മളുമായിട്ട് വിനിമയം ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ അതിനെ പുകയാണെന്ന് പറയുന്ന പോലെ ഇതൊക്കെ മേഘവുമായാണ് ഇദ്ദേഹം സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഭരണകൂടത്തിനൊക്കെ ഉപദ്രവമല്ലേ ചെയ്യുന്നത്. പക്ഷെ അവർ സൗഹൃദം പുലർത്തിയിരുന്നു എന്നും അവർ തമ്മിൽ ഒന്നിച്ച് സംസാരിക്കുകയും പല സന്ദർഭങ്ങളും ആശയപ്പൊരുത്തത്തോടു കൂടി തന്നെ ഇടപെടുകയൊക്കെ ചെയ്തിരുന്നു എന്നും പ്ലാറ്റോ തന്നെ മറ്റു ചില സന്ദർഭങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വലിയ പരിധിവരെ കാര്യങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ചരിത്രം, അതുകൊണ്ടാണല്ലോ നമ്മൾ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ EH കാറൊക്കെ പറയുന്നത്, ചരിത്രം എന്നുള്ളത് പിന്നെ നമ്മൾ കരുതുന്ന പോലെ വസ്തുത അതേപടി അങ്ങ് രേഖപ്പെടുത്തില്ല. ചരിത്രം ആരാണ് രേഖപ്പെടുത്തിയത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ചരിത്രം രേഖപ്പെടുത്തുന്നത് ആണാണോ പെണ്ണാണോ എന്നുള്ളത്, പിന്നെ ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്ന ആളാണോ ഭരിക്കപ്പെടുന്നവരൊക്കൊപ്പം നിൽക്കുന്ന ആളാണോ എന്നുള്ളത്, ജാതി അടിമത്തം അനുഭവിച്ച ആളാണോ അല്ലെങ്കിൽ ജാതി അടിമത്തം അടിച്ചേൽപ്പിച്ച അല്ലെങ്കിൽ ജാതി അടിമത്തത്തിൻ്റെ അവകാശികളായിരുന്ന ആളാണോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ചരിത്രം രേഖപ്പെടുത്തുന്നതും ചരിത്രം വായിക്കുന്നതുമൊക്കെ ഇന്ന് ആ രീതിയിൽ തിരിച്ചറിയപ്പെട്ട ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായും ഗ്രീക്ക് തത്വചിന്തയെക്കുറിച്ചുള്ള പുതിയ പുതിയ വായനകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിയും. ഗ്രീക്ക് തത്വചിന്ത മാത്രമല്ല, നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒക്കെ ചരിത്രത്തിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചരിത്രം വായിക്കുമ്പം ചരിത്രകാരനെ കൂടി വായിക്കണം. ആരാണ് ചരിത്രം രചിച്ചത്, അവനാണോ അവളാണോ, അല്ലെങ്കിൽ ഏത് ദേശക്കാരനാണ് ഏത് ദേശക്കാരിയാണ്. ഇത് EH കാറ് പറഞ്ഞില്ലെങ്കിലും നമുക്കറിയേണ്ടതാണ്. പക്ഷേ ഇതുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, സോക്രട്ടീസിനെ കുറിച്ചുള്ള ഈ തരത്തിലുള്ള ആവിഷ്കാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള രചനകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പാഠപുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ തീർച്ചയായും സോക്രട്ടീസ് നിർവഹിച്ചിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ ദൗത്യം എന്നുള്ളത് ഈ മതിലുകൾ പൊളിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ മതിലുകൾ പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഉണ്ട്, വലിയ രാഷ്ട്രീയ മാനമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരുപക്ഷെ ഈ മറാത്തി, ഞാൻ നേരത്തെ പറഞ്ഞ മറാത്തി കവിത ഇത്രയും പ്രസിദ്ധമായി തീരുന്നത്. അത് എനിക്ക് തോന്നുന്നു 80കളിലൊക്കെ വന്നതാണ്. ഇപ്പം 46 വർഷമായി. പക്ഷേ അത് ഇന്ത്യ മുഴുവൻ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കാരണം ഈ ഭിത്തി എന്നുള്ളത്, മതിൽ എന്നുള്ളത് മനുഷ്യരുടെ മനസ്സിനകത്ത് രൂപപ്പെടുന്നതായാലും ശരി, ബാഹ്യമായി സമൂഹത്തിനകത്ത് ഉണ്ടാക്കുന്നതായാലും ശരി. ഇപ്പോൾ റോമ ഒരു സിറ്റിയാണ്, പക്ഷേ റോമ സിറ്റി എന്നുള്ളത് ഭിത്തിക്കകത്താണ്. ഏറ്റവും വലിയ, ഞാൻ കണ്ട ചൈനീസ് വൻമതിലിന് പോലും അത്ര ഉയരയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മതിലുകളിൽ ഏറ്റവും വലിയ മതിലിനകത്താണ് ഇപ്പോഴും റോമ നഗരം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഏതൻസിലെ
ഈ ഈ മതിൽ എന്നുള്ളത് യഥാർത്ഥത്തിൽ ആ മതിൽ പൊളിയുമ്പം കാണുന്ന നമ്മൾ അപ്പുറത്ത് വലിയ ഒരു വീടാണ്. ഈ സിനിമക്കകത്ത് ഈ മതിൽ പൊളിയുമ്പം നമ്മൾ പിന്നിൽ കാണുന്നത് ആ കാലത്താണ് അതിലുള്ള മറ്റ് വീടുകളിലൊക്കെ അപേക്ഷിച്ച് അത് വലിയൊരു കൊട്ടാര സദൃശമായിട്ടുള്ള നമ്മുടെ നാട്ടിലാണെങ്കിൽ 8 കെട്ട് 4 കെട്ട് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതിന് തുല്യമായിട്ടുള്ള വലിയൊരു വീടാണ്. അപ്പം മതിലിനപ്പുറത്തുള്ളത് ഇപ്പുറത്തുള്ളവർ കാണാതിരിക്കാനുള്ള ഒരു മതിൽ എന്ന നിലയിൽ തന്നെയാണ് അതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനം എന്നുകൂടി യാദൃശ്ചികമായി ഇതുമായി ചേർത്ത് നമുക്ക് കാണാൻ കഴിയേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മതിൽ പൊളിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ മതിലുകൾ ചിന്ത കൊണ്ട് തത്വചിന്ത കൊണ്ട് പൊളിക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് നമുക്ക് അന്വേഷിക്കാനുള്ളത്. അവിടെയാണ് ഞാൻ ഈ സോക്രട്ടീസിൻ്റെ ചിന്തയെ അന്ന അറൻറ്റിൻ്റെ ഈ തിന്മയെ സാധാരണത്വം ആയി ചുരുക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ ചിത്രീകരിക്കുന്ന പ്രകാശിപ്പിക്കുന്ന അവരുടെ പ്രബന്ധവുമായി ചേർത്ത് വെച്ച് പ്രതിപാദിക്കണം എന്ന് കരുതുന്നത്. കാരണം നമ്മൾ വ്യവസ്ഥയുടെ ഭാഗമായി ജീവിക്കുന്ന മനുഷ്യരെന്ന് പറഞ്ഞാൽ തെരുവിൽ സാധാരണ നമ്മൾ കാണുന്ന മനുഷ്യർ മുതൽ പല ഓഫീസുകളിലും പല കെട്ടിടങ്ങൾക്കകത്തും അൽത്തുസറുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകൂടത്തിൻ്റെ പല രീതിയിലുള്ള ഉപകരണങ്ങളായി പ്രവർത്തിക്കുന്ന കോടതികളായാലും ശരി, വിദ്യാലയങ്ങളായാലും ശരി, കോളേജുകളായാലും ശരി, യൂണിവേഴ്സിറ്റികളായാലും ശരി, പോലീസ് സ്റ്റേഷനുകളായാലും ശരി, ഇവിടെയൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരാരും ജന്മം കൊണ്ട് പിശാചുക്കളോ രാക്ഷസന്മാരോ അല്ല. ഈ രാക്ഷസൻ എന്നുള്ളതൊക്കെ ഒരു ഭരണകൂട പ്രത്യയശാസ്ത്ര കേന്ദ്രിതമായിട്ടുള്ള പരികൽപ്പനയാണെന്ന് നമുക്കറിയാലോ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ ഞാൻ പോകുന്നില്ല. അത് നമ്മുടെ ഇന്ത്യൻ കണ്ടക്സ്റ്റിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്, ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയവുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ പല ഡ്യൂട്ടിയിലേക്കും അല്ലെങ്കിൽ പല കർമ്മങ്ങളിലേക്കും നിയോഗിക്കപ്പെടുകയും അത് ചെയ്യുകയും ചെയ്യാം. അവരെയാണ് യഥാർത്ഥത്തിൽ സോക്രട്ടീസ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ സ്വന്തം വീട്ടുകാരി, സ്വന്തം ജീവിത പങ്കാളി ഇദ്ദേഹത്തെ വീട്ടിൽ ആവശ്യത്തിന് ലഭിക്കാതെ അല്ലെങ്കിൽ വീട്ടുകാരുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാതെ നിരന്തരം എന്തിന് ബാഹ്യലോകത്തോട് സംസാരിച്ചു കൊണ്ട് നടക്കുന്നു, അതിന് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള നേട്ടവുമില്ല എന്നതുകൂടി ഒരു വശമാണ്. കാരണം ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ അവിടെ ഈ ഒരു സംഘർഷം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ അന്ന അറൻറ്റിൻ്റെ ഈ പ്രയോഗം രാഷ്ട്രീയവും തത്വചിന്തയും തമ്മിലുള്ള സംഘർഷം, ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് ഫിലോസഫി ഈസ് ദെയർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് അവർ സിവിലൈസേഷൻ. നമ്മുടെ നാഗരികതയുടെ ചരിത്രത്തിലുടനീളം ഈ ഒരു സംഘർഷം കാണാൻ പറ്റും. ഈ ഒരു സംഘർഷത്തെ രണ്ട് രീതിയിൽ കാണാൻ പറ്റും. ഒന്ന് പ്രകടമായ സംഘർഷം എന്ന രീതിയിൽ കാണാൻ പറ്റും. മറ്റൊന്ന് ഈ മറവി കൊണ്ടും മാറ്റിവെക്കൽ കൊണ്ടും തത്വചിന്താപരമായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള അന്വേഷണങ്ങളെ തമസ്കരിക്കുന്നതിലൂടെയും കാണാൻ പറ്റും. അതുകൊണ്ട് സോക്രട്ടീസ് ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള കാഴ്ചപ്പാടിനെ സംബന്ധിക്കുന്ന ഒരു വിപുലീകരണം, ഒരു വിശദീകരണം, അത് എനിക്ക് തോന്നുന്നത് അടുത്ത അവതരണത്തിൽ നടത്താമെന്നുള്ളതാണ്. കാരണം ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് സോക്രട്ടീസിൻ്റെ വിചാരണയും അദ്ദേഹത്തിൻ്റെ വധവും ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷം വളരെ കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ, ആ അന്തരീക്ഷത്തെ കൃത്യമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തത്വചിന്ത അദ്ദേഹത്തിലൂടെ നിർവഹിച്ച ഒരു ദൗത്യത്തിലേക്ക് കടക്കാൻ എളുപ്പമുണ്ട്. മാത്രമല്ല ആ ഒരു ദൗത്യമാണ് ഏറിയോ കുറഞ്ഞോ ഇന്നും തത്വചിന്ത നിർവഹിക്കുന്നതും നിർവഹിക്കേണ്ടതും എന്നാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തീർച്ചയായും അടുത്ത ദിവസം പ്രവേശിക്കാമെന്ന് കരുതുകയാണ്.